എല്ലാവർക്കും ഇൻസൈഡ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 5 വമ്പൻ സിനിമകളുടെ OTT അപ്ഡേറ്റുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലത്തെ സിനിമാ വാർത്തകൾക്കും OTT അപ്ഡേറ്റ്സിനുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യത്തെ അപ്ഡേറ്റ് താൻ ആരാ എന്ന സിനിമയെക്കുറിച്ചാണ്. ഓഗസ്റ്റ് മാസം തിയേറ്ററുകളിലേക്ക് എത്തിയ വിഷ്ണു ഉണ്ണികൃഷ്ണൻ, ഷൈൻ ടോം ചാക്കോ, അജു വർഗീസ് തുടങ്ങിയവർ പ്രധാന റോളെത്തിയ കോമഡി ത്രില്ലർ മലയാളം സിനിമയാണ് താനാര. റാഫി തിരക്കഥയൊരുക്കി ഹരിദാസ് സംവിധാനം ചെയ്ത സിനിമയുടെ OTT അവകാശങ്ങളെല്ലാം ഇപ്പോൾ മനോരമ മാക്സും സിംപ്ലി സൗത്തും സ്വന്തമാക്കിയിരിക്കുകയാണ്. ചിത്രം ഡിസംബർ 27 വരുന്ന ആഴ്ച മനോരമ മാക്സ്, സിംപ്ലി സൗത്ത് തുടങ്ങിയ OTT പ്ലാറ്റ്ഫോമുകൾ വഴി OTT റിലീസ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് വിലക്കുറവ് നെറ്റ്ഫ്ലിക്സ് വേണം? ആമസോൺ പ്രൈം വീഡിയോസ് വെറും 199 രൂപ, 6 മാസ കാലാവധി. നെറ്റ്ഫ്ലിക്സ് വെറും 149 രൂപയ്ക്ക്, ഹോട്ട്സ്റ്റാർ 99 രൂപയ്ക്ക്, C5, സോണി ലൈവ്, യൂട്യൂബ് പ്രീമിയം എല്ലാം ഇൻസൈഡ് ഹബിലൂടെ മാത്രം. കൂടുതൽ അറിയാനും പർച്ചേസ് ചെയ്യാനും താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യും. അടുത്ത അപ്ഡേറ്റ് പഞ്ചായത്ത് ജെട്ടി എന്ന സിനിമയെക്കുറിച്ചാണ്. മണികണ്ഠൻ നായകനായി കഴിഞ്ഞ ഒരുപാട് നാളായി സിനിമാ പ്രേമികൾ OTT റിലീസിനായി കാത്തിരിക്കുന്ന മലയാളം സിനിമയാണ് പഞ്ചായത്ത് ജെട്ടി. സലീം ഹസമാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഇപ്പോഴത്തെ ചിത്രം OTT റിലീസ് ചെയ്യാനായി ഒരുങ്ങുകയാണ്. ഡിസംബർ 24 ക്രിസ്മസ് സ്പെഷ്യലായി മനോരമ മാക്സ് വഴി ചിത്രം OTT റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ട്. അടുത്ത അപ്ഡേറ്റ് പണി എന്ന സിനിമയെക്കുറിച്ചാണ്. ജോജു ജോർജ്, സാഗർ സൂര്യ, ജുനൈസ്, അഭിനയ തുടങ്ങിയവർ പ്രധാന വേഷത്തിലെത്തി. ജോജു ജോർജ് തന്നെ സംവിധാനം ചെയ്ത് ഒക്ടോബർ മാസം പുറത്തിറങ്ങിയ ക്രൈം ത്രില്ലർ മലയാളം സിനിമയാണ് പണി. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ സിനിമയുടെ OTT അവകാശങ്ങളെല്ലാം വിറ്റഴിക്കപ്പെട്ടിരിക്കുകയാണ്. സോണി ലൈവ് സിനിമയുടെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. ഇനി സിനിമ എന്ന് OTT റിലീസ് ചെയ്യുമെന്ന് ചോദിച്ചാൽ ജനുവരി മാസം, അതായത് ജനുവരി 3 അല്ലെങ്കിൽ ജനുവരി 10 സോണി ലൈവ് വഴി ചിത്രം OTT റിലീസ് ചെയ്യുന്നതാണ്. മലയാളം ഉൾപ്പെടെ പാനിന്ത്യൻ ഭാഷകളിൽ ചിത്രത്തിന്റെ OTT റിലീസ് പ്രതീക്ഷിക്കുന്നു. അടുത്ത അപ്ഡേറ്റ് ഐ എം കാതലൻ എന്ന സിനിമയെക്കുറിച്ചാണ്. ഗിരീഷ് ഷെഡി സംവിധാനം ചെയ്ത് നെസ്ലിൻ നായകനായി ഹാക്കിംഗ് ത്രില്ലർ ജോണറിൽ കഴിഞ്ഞ മാസം തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളം സിനിമയാണ് ഐ എം കാതലൻ. മനോരമ മാക്സ് നേരത്തെ തന്നെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയ സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ് പ്രഖ്യാപനം പുറത്തു വന്നിരിക്കുകയാണ്. ചിത്രം അടുത്ത ആഴ്ച ഡിസംബർ 28 മനോരമ മാക്സ് വഴി മലയാളം ഉൾപ്പെടെ പാനിന്ത്യൻ ഭാഷകളിൽ OTT റിലീസ് ചെയ്യുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. കാത്തിരിക്കാം സിനിമയുടെ OTT അപ്ഡേറ്റുകൾക്കായി. ഏറ്റവും അവസാനത്തെ അപ്ഡേറ്റ് പുഷ്പ ദ റൂൾ എന്ന സിനിമയെക്കുറിച്ചാണ്. അല്ലു അർജുൻ, രശ്മിക മന്ദാന കോംബോയിൽ ഡിസംബർ ആദ്യം തിയേറ്ററുകളിലേക്ക് എത്തി സുകുമാർ സംവിധാനം ചെയ്ത പാൻ ഇന്ത്യൻ തെലുഗു സിനിമയാണ് പുഷ്പ 2. ആദ്യ 15 ദിവസം കൊണ്ട് ബോക്സ് ഓഫീസ് ഉറപ്പിച്ച സിനിമ ഇപ്പോൾ സിനിമാ പ്രേമികളെയും ഞെട്ടിച്ചിരിക്കുകയാണ്. തിയേറ്ററിൽ നിന്നും ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെത്ത സിനിമയുടെ OTT അവകാശങ്ങൾ നെറ്റ്ഫ്ലിക്സ് ആണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോഴത്തെ പുഷ്പയുടെ HD പ്രിന്റ് എൻത്യൂസൻ പൈറസി വെബ്സൈറ്റ് വഴി ലീക്കായിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. മലയാളം, തമിഴ്, തെലുഗു, കന്നഡ ഭാഷകളിലാണ് സിനിമയുടെ HD പ്രിന്റ് ലീക്കായിരിക്കുന്നത്. ബോക്സ് ഓഫീസിൽ മിന്നും പ്രകടനം നടത്തുന്ന പുഷ്പയ്ക്ക് ഇത് വലിയ തിരിച്ചടി തന്നെ ആയിരിക്കുമെന്നത് ഉറപ്പാണ്. നെറ്റ്ഫ്ലിക്സ് വഴിയുള്ള സിനിമയുടെ OTT റിലീസ് ഉടൻ തന്നെ പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതുപോലത്തെ സിനിമാ വാർത്തകൾക്കും OTT അപ്ഡേറ്റ്സിനുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.